എൻ്റെ പേര് ജോബി. ഞാൻ ഇരുട്ടി പട്ടാരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസം. ഞാൻ 2 വർഷമായിട്ട് പശുവിന്റെ ഫാം തുടങ്ങുന്നതാണ്. അപ്പൊ എനിക്ക് ഒരു കൊല്ലം ഫുൾ അകിടുവീക്കമായിരുന്നു. അപ്പോൾ ഡോക്ടർ കയറി ഇറങ്ങലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഈ യൂട്യൂബ് എപ്പോഴും കാണുമായിരുന്നു. അപ്പൊ യൂട്യൂബിൽ ഇങ്ങനെ കോഴിക്കോടുള്ള ഒരു മരുന്ന് കണ്ടു, അത് ചെയ്ത് നോക്കി. അപ്പോൾ പൂർണ്ണമായിട്ടും അകിടുവീക്കം ഇപ്പൊ ഒരു 2 കൊല്ലമായിട്ട് വരുന്നില്ല. ഞാൻ സ്ഥിരമായിട്ട് ഡോക്ടറെ വിളിച്ച് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം ഡോക്ടർമാർ അകിടുവീക്കത്തിന് ഇഞ്ചക്ഷൻ വെക്കാനായിട്ട് വരലേ ഇല്ല. ഇടയ്ക്ക് കുത്തി വെക്കാനല്ലാതെ ഡോക്ടറെ വിളിക്കേണ്ട ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. 2 അടപ്പെടുത്തിട്ട് ഇങ്ങനെ ഈ കുഴിയിലൊഴിക്കുക. കുഴിയിലൊഴിച്ചാൽ മാത്രം മതി. അതിനുശേഷം കുറച്ചെടുത്തിട്ട് ഇങ്ങനെ കൊമ്പയിലും തൂത്ത് കൊടുക്കുക. 2 കൊമ്പയിലും നല്ലതുപോലെ ഇങ്ങനെ തൂത്ത് കൊടുക്കുക. ഇവക്കായിരുന്നു സ്ഥിരം അകിടുവീക്കം വന്നുകൊണ്ടിരുന്നത്. മാസാമാസം അകിടുവീക്കം വരുമായിരുന്നു. ഈ മരുന്ന് ചെയ്തതിനു ശേഷം ഇവളിപ്പം 3ാമതാണ് എൻ്റെ അടുത്തുനിന്ന് പ്രസവിക്കുന്നത്. ഇതുവരെ ഇവക്ക് അകിടുവീക്കം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. ഇങ്ങനെ ഇത്രയേ ഉള്ളൂ. ചെറിയ കുട്ടികൾക്ക് വരെയും ചെയ്ത് നോക്കാം. നമുക്ക് വലിയ ആളുകളൊന്നും വേണമെന്നില്ല. ചെറിയ കുട്ടികൾക്കാണേലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഈ മരുന്ന് ചെയ്തതിനു ശേഷം ഇതുവരെ ഇപ്പൊ ഇത് 3ാമത്തതാണ് ചെന നിൽക്കുന്നത്. 4 മാസം ചെനയായിട്ട് നിൽക്കുക. ഇതുവരെ അകിടുവീക്കം ഇവക്ക് വന്നിട്ടേ ഇല്ല. ഇവക്കാണ് ഇവിടെ ആദ്യം അകിടുവീക്കം സ്ഥിരം വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഈ മരുന്ന് ചെയ്തതിനു ശേഷം വന്നിട്ടുമില്ല. പിന്നെ എനിക്കറിയാവുന്ന ആൾക്കാർക്കെല്ലാം ഞാൻ ഈ മരുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ ആലപ്പാട്ടുകാർക്ക് ഇതുപോലെ ഒരു പശുവിന് അകിടുവീക്കം വന്നുകൊണ്ടിരുന്നു. അവരും പശുവിനെ ഒഴിവാക്കാൻ വേണ്ടി ഇരുന്നാണ് ഞാൻ ഈ മരുന്ന് കൊടുത്തതിന് ശേഷം. അവരും 2 കറവ എടുത്തതിന് ശേഷമാണ് അവരിപ്പൊ കൊടുത്തത്. അവർക്ക് അതുവരെ അവർക്ക് ഒരു അകിടുവീക്കം ആ പശുവിനും വന്നിട്ടില്ല. അപ്പൊ ഇതാണ് അന്നൂസ് ഹെർബൽ ഓയില്. ഇതാണ് ഞാൻ മേടിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവരും മേടിച്ചത് ചെയ്യുക. 20 ലിറ്റർ പാലുള്ള പശുവിന് അകിടുവീക്കം വന്നാലും 3ാമത്തെ ദിവസം ഈ പാല് തിരിച്ചു വരും. ആ 20 ലിറ്റർ നമുക്ക് കറക്കാൻ കിട്ടുകയും ചെയ്യും. ഒരു കുഴപ്പമില്ല. പശുക്കൾക്കാണേലും യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. ഇഞ്ചക്ഷനൊക്കെ വെച്ച് കഴിയുമ്പം മരുന്ന് പാല് തീരെ കുറഞ്ഞു പോകും. ചിലപ്പോൾ ആ പാല് കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഈ മരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ 3ാമത്തെ ദിവസം നമുക്ക് പൂർണ്ണമായും ആ പാല് 20 ലിറ്റർ കറക്കുന്നുണ്ടെങ്കിൽ 20 ലിറ്റർ പാല് കിട്ടും. അതുകൊണ്ട് എല്ലാവരും മേടിച്ചത് പരീക്ഷിക്കുക. നല്ല ഗുണമുള്ള മരുന്നാണ്. അപ്പോൾ എനിക്കറിയാവുന്നവർക്ക് എല്ലാവർക്കും ഞാൻ ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ക്ഷീരകർഷകരായ നമ്മളെല്ലാവരും ഈ മരുന്ന് മേടിച്ച് ഒരു പ്രാവശ്യം പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും.